കേരളത്തിൽ ഏറ്റവും കൂടുതൽ പണം വരുന്ന യൂട്യൂബ് ചാനൽ ഏതെന്നറിയോ? നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനൽ ഏതെന്നറിയോ? അല്ലെങ്കിൽ പെട്ടെന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന യൂട്യൂബ് ചാനൽ ഏതെന്നറിയോ? ഏത് കാറ്റഗറിയിൽ പെടുന്ന ചാനലിനാണ് കൂടുതൽ സബ്സ്ക്രൈബേഴ്സും പണവും അല്ലെങ്കിൽ വ്യൂവും കിട്ടുന്നത് നിങ്ങൾക്കറിയോ? ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മണിക്കൂറുകൾ കടം ലക്ഷങ്ങൾ വന്നാണ് ഈ ചാനലിലെ വീഡിയോസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ സന്തോഷ് ജോർജ് കുളങ്ങരന്റെ സഫാരി ചാനലിനെ പറ്റി ഒന്നും അല്ല പറയുന്നത്. സഫാരി ചാനൽ നമുക്ക് എല്ലാവർക്കും അറിയാം, സന്തോഷ് ജോർജ് കുളങ്ങരെ നമുക്കറിയാം. ഇന്നലെ തൊട്ടുള്ള ബന്ധമൊന്നും അല്ല മലയാളികൾക്ക് സന്തോഷ് ജോർജ് കുളങ്ങരയായിട്ട്. പക്ഷെ സന്തോഷ് ജോർജ് കുളങ്ങരയൊന്നും അല്ല. 1,40,00,000 വ്യൂ ആയിട്ട് ഞാൻ ഇന്നൊരു ചാനൽ കണ്ടു. സംഗീത് കുമാറിന്റെ ഒരു ചാനലാണ്. ആ ചാനലിന് 1,40,00,000 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത്. ആ കൂടി 1,000 വീഡിയോ മാത്രമേ അതിനകത്ത് ചെയ്തു. ഞാൻ പറയാൻ പോകുന്ന ചാനലുകൾക്കെല്ലാം ഒരു പ്രത്യേക കാറ്റഗറി ഉണ്ട്, ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. അതുകൂടി ഞാൻ പറഞ്ഞുതരാം, ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. മറ്റൊരു ചാനൽ എന്ന് പറയുമ്പോൾ മനീഷ് വിഷ്ണുവിന്റെ ഒരു ചാനലാണ്. അത് 90,00,000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഈ അടുത്ത സമയത്ത് അവർ ആഘോഷിക്കുന്നത് കണ്ടു. ആ സമയത്ത് നല്ലൊരു വീഡിയോ വെച്ചു, അവർ നല്ലൊരു ലക്ഷറി കാറൊക്കെ എടുക്കുന്നു. അത്യാവശ്യം ഭയങ്കര സക്സസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു യൂട്യൂബ് ചാനലാണ് മനീഷ് വിഷ്ണുവിന്റെ യൂട്യൂബ് ചാനൽ. വളരെ ചെറിയ രീതിയിലാണ് കേട്ടോ അവർ തുടങ്ങിയത്. അതൊക്കെ അവരുടെ തുടക്കമൊക്കെ ഞാൻ കണ്ടാണ്. വളരെ ചെറിയ ഒരു സാമ്പത്തികാവസ്ഥയിൽ നിന്ന് വന്ന ഒരു ഫാമിലിയാണ്. കഷ്ടപ്പെട്ട് തന്നെയാണ് മുമ്പോട്ടാണ്. പിന്നെ പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്. ഈ ചാനലിന് 39,00,000 സബ്സ്ക്രൈബേഴ്സ് ആണ്. ഈ ചാനലിലാണ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മണിക്കൂറുകൾക്കോടൊപ്പം ലക്ഷങ്ങളാണ് വ്യൂസിലേക്ക് വരുന്നത്. ഞാൻ ഈ പറഞ്ഞ ചാനലുകൾക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. എന്താ പറയുക, എന്റർടൈൻമെന്റ് ചാനലാണ്, ഫാമിലി ചാനൽസ് ആണ്. എന്റർടൈൻമെന്റ് ചാനലുകളൊക്കെ ഇപ്പം നോർത്ത് ഇന്ത്യയിലുള്ള ചില ഡാൻസ് സ്റ്റെപ്പുകൾ, അതുപോലെ തന്നെ അവർ ചില ആശയങ്ങളൊക്കെ മലയാളത്തിലേക്ക് കൊണ്ടുവന്ന് അവർ കാർബൺ കോപ്പി പോലെ വീഡിയോ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഫാമിലിയുമായി ബന്ധപ്പെട്ടുള്ള യാത്രകൾ, ഡാൻസുകൾ, എന്റർടൈൻമെന്റ്, ഇതുപോലുള്ള കലാപരിപാടിയാണ് ഈ ചാനലൊക്കെ കൂടുതൽ വരുന്നത്. ഇപ്പോഴുള്ള ചാനലുകൾക്കാണ് കേരളത്തിൽ വലിയ രീതിയിൽ വ്യൂ ഉണ്ട്. ഇപ്പൊ ചട്ടമ്പീസ് പോലുള്ള ചാനലിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവരൊരു റൂമിൽ ഇരുന്നിട്ട് ഇവർ ഈ നമ്മളെ ടിഷ്യൂ പേപ്പർ എടുത്ത് വായിൽ വെച്ചിട്ട് അടുത്തിരിക്കുന്ന ആളുകൾ കാണും, അയാൾ പാസ് ചെയ്യും, ഇങ്ങനെ പാസ് ചെയ്ത് വരുന്നത്. ഇതുപോലുള്ള എന്റർടൈൻമെന്റ് കാര്യങ്ങളൊക്കെയാണ് ഇവർ കൂടുതലും വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. പക്ഷെ ഇതിന് ഭയങ്കര വ്യൂ ആണ്, ഭയങ്കര റവന്യൂ ആണ്, ഭയങ്കര സബ്സ്ക്രൈബേഴ്സ് ആണ്. നമ്മൾ ഈ പറയുന്ന സീക്രട്ട് ലൈൻ്റെ ഒരു ചാനലുണ്ട്, നമുക്കറിയാമായിരിക്കും. ബിഗ് ബോസിലൊക്കെ പോയിട്ട് സീക്രട്ട് ലൈൻ പുള്ളിക്കാരൻ ഒരു ദിവസം 3-4 വീഡിയോ ഒക്കെ ചെയ്യും. വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്. പുള്ളിക്കാരൻ്റെ ചാനലിൽ ആകെ കൂടി 7 ലക്ഷം സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. ആ കൂടി 7 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. കേരളത്തിൽ അത്യാവശ്യം എല്ലാവർക്കും അറിയാമായിരിക്കും. സീക്രട്ട് ലൈൻ്റെ എല്ലാ വിഷയത്തെ പറ്റി സംസാരിക്കുന്ന ഒരാളാണ്. 7 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. ആ സമയത്താണ് ഇവിടെ എന്റർടൈൻമെന്റ് ചാനൽ, ഫാമിലി അല്ലെങ്കിൽ ഡാൻസ്, അല്ലാണ്ടെങ്കിൽ ചെറിയ അടിച്ചുട്ടോട്ടം, ടോം ആൻഡ് ജെറി പരിപാടിയൊക്കെ കാണിക്കുന്ന ചാനലുകൾക്ക് ഏകദേശം 1,40,00,000 ഒക്കെ സബ്സ്ക്രൈബേഴ്സും ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ലക്ഷങ്ങൾ എന്നുള്ള രീതിയിലേക്ക് വ്യൂസും വരുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ടെന്നുണ്ടെങ്കിൽ, ഇതുപോലെ ഒരു ഫാമിലി വ്ളോഗ് ഒക്കെ ചെയ്യാൻ കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇറങ്ങിക്കോ. ഈ ഫാമിലി വ്ളോഗ്സ് ചെയ്യുന്ന ഇന്ന് സക്സസ് ആയിട്ടിരിക്കുന്ന പല ആൾക്കാരും വളരെ ചെറിയ രീതിയിൽ സീറോയിൽ നിന്ന് തുടങ്ങിയാണ്. അത്യാവശ്യം സാമ്പത്തികപരമൊക്കെ വലിയ ബുദ്ധിമുട്ടിൽ നിന്ന ആൾക്കാരൊക്കെ തന്നെയാണ് ഇവർ കയറി വന്നവരാണ് കേട്ടോ. ഫാമിലി വ്ളോഗ്സ്, ഈ അടിച്ചത്തോട്ടം, അതുപോലെ തന്നെ ഈ ഡാൻസ്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിവുള്ളവരാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഓപ്പർച്യൂണിറ്റിയാണ്. ആ കാറ്റഗറി പെടുന്ന ആൾക്കാർക്ക് ഭയങ്കര ഓപ്പർച്യൂണിറ്റിയാണ്. ജസ്റ്റ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ, കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം ഭയങ്കരമായിട്ട് സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ചാനലിൽ വെറും 28 ലക്ഷം സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. അല്ലെങ്കിൽ സീക്രട്ട് ലൈനിന്റെ ചാനലിൽ 7 ലക്ഷം സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. ആ സമയത്താണ് എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ ഡാൻസ്, ഇതുപോലെ അടിച്ചോട്ടോട്ടം, ടോം ആൻഡ് ജെറി, ഇതുപോലുള്ള ഒരു സ്ക്രിപ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു എന്റർടൈൻമെന്റ് ഫാമിലി ചാനലുകൾക്ക് 1,40,00,000, 90,00,000 അല്ലെങ്കിൽ 39 ലക്ഷം ഒക്കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് നിൽക്കുന്നത് ഭയങ്കര ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്നവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതുപോലെ തന്നെയാണ് ഗ്ലാമി ഗംഗയുടെ ചാനൽ. പക്ഷെ അതിന് അത്രയും ഫോളോവേഴ്സ് കുറവാണ്, 1 മില്യൺ കഴിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷെ അതിനും ഭയങ്കരമായ രീതിയിൽ റവന്യൂ ഉള്ളതാണ്. ഈ മേക്കപ്പ് കാര്യങ്ങൾ, ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ റിയാക്ഷൻ വീഡിയോ ആണെന്നുണ്ടെങ്കിലും, ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതൊക്കെ ആണെന്നുണ്ടെങ്കിലും അതിനൊക്കെ ഭയങ്കര ലിമിറ്റായിട്ടുള്ള ഓഡിയൻസേ ഉള്ളൂ കേട്ടോ. അതിന് ലിമിറ്റായിട്ടുള്ള ഓഡിയൻസേ ഉള്ളൂ. നിങ്ങൾ എന്റർടൈൻമെന്റ്, ഫാമിലി, അത്യാവശ്യം നല്ല രീതിയിൽ ഡാൻസ് ഒക്കെ ചെയ്യാറുണ്ടെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ റവന്യൂ യൂട്യൂബിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ ബിസിനസ് പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട്. ഇതുപോലെ കുറേ ചാനൽസ് ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ചാനലുകൾക്കല്ല ഈ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് എന്ന് പറയുന്നത്. അതിൻ്റെ പേജ് കാണുന്നത് ജസ്റ്റ് ഫോളോ ചെയ്യും.